ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വിഷു ദിവസത്തിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് കുളിച്ച് സെറ്റ് മുണ്ടൊക്കെ കൊടുത്തു. നല്ല ചൂടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും വിഷു ആയിട്ട് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് ഒരു മലയാളി മങ്കയാവാനുള്ള പ്ലാനാണ്. എന്നിട്ട് ഞാൻ മോയ്സ്ചറൈസറൊക്കെ തേച്ചു മുഖത്ത്. മേക്കപ്പ് ഇടുന്നതിനേക്കാളും മുന്നേ മോയ്സ്ചറൈസറും അല്ലെങ്കിൽ പ്രൈമറൊക്കെ ഇടുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും വല്ലാണ്ട് സ്കിന്നിലേക്ക് കയറിക്കഴിഞ്ഞാൽ സ്കിന്ന് ഡാമേജ് ആവും. എൻ്റെ മുഖത്ത് ഇപ്പോൾ അത്യാവശ്യം കുറച്ച് പിമ്പിൾ സ്പോട്ട്സൊക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റലിലല്ലേ, അവിടുത്തെ ക്ലൈമറ്റും ഒക്കെ കാരണം സ്കിന്ന് വല്ലാണ്ട് ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ടുള്ളതാണ് അതൊക്കെ. പിന്നെ നല്ലോണം സൺസ്ക്രീൻ ഇട്ടു, കാരണം ഞാൻ എവിടേക്കാണ് പോകുന്നത്? പാലക്കാടിലെ ചൂട് പറയണോ? ആ ചൂടത്തൊക്കെ ആ വെയിലിൽ ഞാൻ സൺസ്ക്രീൻ ഇടാണ്ട് പോയാൽ ആകെ മൊത്തം ടാനാവും. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീനൊക്കെ നല്ല രീതിക്ക് ഇട്ട് മസാജ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് പൗഡറും ഇട്ടു. അതിന് ശേഷം പൊട്ടും വെച്ചു. നെക്സ്റ്റ് ഐലൈനറാണ്. ഇത് വലിയ ആർഭാടുള്ള മേക്കപ്പ് എന്നല്ല, ഒരു സിമ്പിൾ മേക്കപ്പ്. അങ്ങനെ ഞാൻ ഐലൈനർ എടുത്തു. കോൺസെൻട്രേഷനിൽ ഫോണിലേക്ക് നോക്കി ഞാൻ ഐലൈനർ എഴുതി. അങ്ങനെ രണ്ട് കണ്ണിലും നല്ല സുന്ദര കുട്ടപ്പന്മാരൊക്കെ എഴുതി വെച്ചു. നെക്സ്റ്റാണ് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്. അപ്പം ഞാൻ യൂസ് ചെയ്യണത് ഡാസ്ലറിൻ്റെ ഷെയ്ഡ് നമ്പർ 26 ആണ്. ഏകദേശം ഈ ലിപ്സ്റ്റിക്ക് കഴിയാനായി. എനിക്ക് ഈ ഷെയ്ഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനിത് 2ാമത്തെ തവണയാണ് വാങ്ങുന്നത്. ലിപ്സ്റ്റിക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും ഞാനിത് റെക്കമെൻഡ് ചെയ്യാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞാൻ ഈ കാണുന്ന വലിയ ജുംക്കയാണ് ഇട്ടത്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്, മീഷോന്ന് വാങ്ങിയതാണ്. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? കുറച്ച് വലിയ ഓക്സിഡൈസ്ഡ് ഇയറിങ്സ് ഇഷ്ടമുള്ള എല്ലാവരും മീഷോയിൽ പോയൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, കുറേ നല്ല കളക്ഷൻസ്. അതിനുശേഷം ഞാൻ മുടിയൊക്കെ ഒന്ന് ചീന്തി. പണ്ട് മുതലേ എനിക്ക് മുടി കെട്ടേണ്ടത് അത്ര തീരെ ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും ഫ്രീ ഹെയർ ആയിട്ട് ഇടാനാണ് ഇഷ്ടം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ബൈ.